وبارك على سيدنا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم പരിശുദ്ധമായ ദീനീ ഉലൂമുകൾ പഠിക്കുവാനും പഠിപ്പിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതും പ്രബോധനം ചെയ്യുന്നതിനും വേണ്ടി നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ നല്ല ശ്രമങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമാറാവട്ടെ. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ചരിത്രപാത എന്ന അധ്യായത്തിലേക്ക് മറ്റൊരിക്കൽ കൂടി എല്ലാ നല്ലവരായ സഹോദരങ്ങൾക്കും പ്രേക്ഷകർക്കും സ്നേഹ സമ്പന്നമായ സ്വാഗതം. ചരിത്രപാതയിൽ നാം ഹസ്രത്ത് അബൂബക്കർ ബിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ഘട്ടങ്ങളെ സംബന്ധിച്ച് നാം പറയുകയുണ്ടായി. ഖുറൈശിലെ ബനു തൈം കുടുംബക്കാരനായിരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇസ്ലാമിന് മുമ്പുള്ള ജീവിതവും അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന സാഹചര്യവും ഇസ്ലാമിൽ കടന്നു വന്നതിന് ശേഷം അദ്ദേഹം തന്റെ മക്ക ജീവിതത്തിൽ നിർവഹിച്ച അതിമഹത്തായ ദൗത്യങ്ങളുമെല്ലാം നാം കഴിഞ്ഞ അധ്യായങ്ങളിൽ പറയുകയുണ്ടായി, പരിശോധിക്കുകയുണ്ടായി. നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിലെ പ്രവാചകൻ കഴിഞ്ഞാൽ ഒന്നാമൻ എന്ന വിശേഷണത്തിന് എന്തുകൊണ്ടും അർഹനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ അടുത്ത അധ്യായങ്ങളിലേക്കാണ് നമുക്ക് ഇന്ന് പ്രവേശിക്കാനുള്ളത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്തായ ജീവചരിത്രം നാം പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ അവസാനിപ്പിക്കുകയുണ്ടായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവ ബഹുലമായ ഒരു സൗഭാഗ്യത്തെ സംബന്ധിച്ചു പറയുവാൻ ഉള്ള ഒരുക്കത്തോടു കൂടിയായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനിക്ക് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സുഹബത്ത് കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞ സൗഭാഗ്യങ്ങൾ ഏറെയാണ്. പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്ത അത്ര വിശാലമായതാണ് ആ അധ്യായങ്ങൾ ഓരോന്നും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് ചോദിക്കുമ്പോഴാണ് നാം പലപ്പോഴും വിഷമിച്ചു പോവുക അതിനുത്തരം പറയുവാൻ. കാരണം എന്തെന്നാൽ അത്രമാത്രം വലിയ വലിയ ഒന്നിനൊന്ന് കിടപിടിക്കുന്ന വിധത്തിലുള്ള സൗഭാഗ്യങ്ങളായിരുന്നു മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴലായി ജീവിച്ച ഈ മഹാനായ സ്വഹാബി വരന് തന്റെ ജീവിതത്തിൽ ലഭിച്ചതെല്ലാം. എങ്കിലും അവയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നാം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞുവെച്ച ഹിജ്റ യാത്ര. കാരണം എന്തെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ താൽപര്യമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം തന്റെ ഹിജ്റ യാത്രയിൽ അനുഗമിക്കാനുള്ള മഹത്തായ സൗഭാഗ്യമെന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം രണ്ടാം അഖബ ഉടമ്പടിയെ സംബന്ധിച്ച് പറഞ്ഞു. അതിനെ തുടർന്ന് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്ന തന്റെ അനുയായികളോട് മദീനാവിലേക്ക് യസ്രിബിലേക്ക് ഹിജ്റ പോകുവാൻ വേണ്ടി ആജ്ഞാപിക്കുകയുണ്ടായി, കൽപ്പിക്കുകയുണ്ടായി. അതനുസരിച്ച് രഹസ്യമായും പരസ്യമായും സംഘമായും ഒറ്റക്കായും പലരും പരിശുദ്ധമായ മദീന മുനവ്വറയിലേക്ക് പുറപ്പെട്ടു. അവസാനം
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും അവരുടെ കുടുംബങ്ങളും അല്ലാത്ത മറ്റാരും മുസ്ലിമീങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ബാക്കിയാവാത്ത ആ വിധത്തിൽ ഏകദേശം എല്ലാവരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി കഴിഞ്ഞു എന്ന് നാം പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു ചരിത്രത്തിന് നിയോഗം കാത്തുവച്ചിരിക്കുകയാണ്, കരുതി വച്ചിരിക്കുകയാണ്. തന്റെ ഹബീബായ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിജറ പോവാനുള്ള സമ്മതം നൽകാൻ ഒരു പ്രത്യേകമായ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല കരുതി വച്ചിരിക്കുന്നു. ആ സംഭവത്തിലേക്ക് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് കടന്നു വരുന്നതായിട്ടായിരുന്നു നാം കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു വെച്ചത്. അതെന്തെന്നാൽ മുസ്ലിമീങ്ങളായ ആൾക്കാർ ഓരോ ദിവസവും രഹസ്യമായി തങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതി പോവുകയും അവർ സുരക്ഷിതമായ യഥിരിബിൽ കൂടണയുകയും ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ ഒരടിയന്തര യോഗം വിളിച്ചു ചേർത്തു. എന്താണ് ഇതിന് പരിഹാരം? ആ യോഗത്തിൽ ഒറ്റ പരിഹാരം മാത്രമാണ് നിർദ്ദേശിക്കാനുണ്ടായിരുന്നത്. ആ പരിഹാരം എന്ന് പറയുന്നത്, ഈ മുസ്ലിമീങ്ങളായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ നേതാവായ മുഹമ്മദിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദാണ് സത്യത്തിൽ അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ യോഗം കർക്കശമായ ഒരു തീരുമാനമെടുത്തു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിച്ചു കളയുക, അതോടുകൂടെ മുഹമ്മദിന്റെ ശല്യം അവസാനിപ്പിക്കുക. ആ തീരുമാനം പക്ഷെ എങ്ങനെ നടപ്പിലാക്കും? അതൊരു വലിയ പ്രശ്നമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശി കുടുംബാംഗമാണ്. അക്കാലഘട്ടത്തിലെ അറബികളുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അവിടെ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും തന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്നത് അവരുടെ ഒരു വികാരമായിരുന്നു. അതുകൊണ്ട് തന്നെ നബിയെ പരസ്യമായി എന്തെങ്കിലും ചെയ്താൽ, ഏകപക്ഷീയമായി എന്തെങ്കിലും ചെയ്താൽ അതിന് ഖുറൈശി കുടുംബത്തിലെ ബനൂ ഹാഷിം കുടുംബം തീർച്ചയായും പകരം ചോദിക്കും, അവർക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനെ മറികടക്കാൻ എന്താണ് മാർഗം? അതായി പിന്നെ ചിന്ത. ആ ചിന്തയ്ക്കും ഉത്തരം പെട്ടെന്ന് ഉരുത്തിരിഞ്ഞു വന്നു. യോഗത്തിൽ അവസാനം തീരുമാനമായി, ഏതെങ്കിലും ഒരാൾ പോയി മുഹമ്മദിനെ വധിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാവുക. അതുകൊണ്ട് ഒരാൾ പോകേണ്ട, പ്രധാനപ്പെട്ട എല്ലാവരും പോവുക. എല്ലാവരും ചേർന്ന് മുഹമ്മദിന്റെ വീട് വളയുക. രാത്രിയിൽ മുഹമ്മദ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം നോക്കി എല്ലാവരും ചേർന്ന് ഒരാൾ വെട്ടുന്നത് പോലെ എല്ലാവരും കൂടി വെട്ടിക്കൊല്ലുക എന്നതായിരുന്നു അവരുടെ പദ്ധതി. അങ്ങനെ വരുമ്പോ ഈ കണ്ട ആൾക്കാരോട് മുഴുവൻ പ്രതികാരം ചെയ്യുവാൻ ബനൂ ഹാഷിം, ബനൂ മുത്തലിബ് കുടുംബം തയ്യാറാവില്ല എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. എന്തായിരുന്നാലും അങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് ദാറുൻ നദ്വയിൽ ചേർന്ന ആ പാർലമെന്റിൽ ചേർന്ന ആ യോഗം തീരുമാനമെടുത്തു. ആ തീരുമാനങ്ങളൊക്കെ വളരെ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി, ഇതിന്റെ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി മക്കായിലെ ഏറ്റവും പ്രധാനപ്പെട്ട 11 പേരെ അവർ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അബൂ ജഹൽ ബിൻ ഹിഷാം, ഹക്കം ബിൻ അബുൽ ആസ്, ഉഖബത്ത് ബിൻ അബു മുആയിദ്, നളർ ബിൻ ഹാരിസ്, ഉമയ്യത്ത് ബിൻ ഖലഫ്, ജമാഅത്ത് ബിൻ അസ്വദ്, തുഐമത്ത് ബിൻ അദി, അബൂ ലഹബ്, ഉബൈ ബിൻ ഖലഫ്, നുബൈഹ് ബിൻ അൽ ഹജ്ജാജ്, അയാളുടെ സഹോദരൻ മുനബ്ബഹ് ബിൻ അൽ ഹജ്ജാജ് എന്ന് പറയുന്ന ഈ 11 പേരെയാണ് ഈ ദൗത്യത്തിന്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ് അവർക്കറിയാം. സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ അധികം വൈകാതെ പെട്ടെന്ന് തന്നെ ഉറങ്ങും. എന്നതിന് ശേഷം രാത്രിയുടെ 2-ാം യാമത്തിൽ, അതായത് അർദ്ധരാത്രിക്ക് ശേഷം നബി വീട്ടിൽ നിന്നിറങ്ങുകയും മസ്ജിദുൽ ഹറാമിലേക്ക് പോവുകയും അവിടെ വെച്ചുകൊണ്ട് ഖിയാമുൽ ലൈൽ നമസ്കരിക്കുകയും ദീർഘമായ പ്രാർത്ഥനയിൽ വ്യാപൃതനാവുകയും ചെയ്യും. അതുകൊണ്ട് ആ വിഷയം അവർക്കറിയാം. അപ്പൊ പദ്ധതി തയ്യാറാക്കിയവർ ഈ കാര്യം വളരെ രഹസ്യമായി നടക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ അർദ്ധരാത്രിയിൽ മുഹമ്മദ് തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ തങ്ങളുടെ ദൗത്യം നിർവഹിക്കാം എന്ന ഒരു കണക്കുകൂട്ടലിൽ അവർ എത്തിച്ചേരുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഹൂർത്തത്തെയാണ് കരുതി വെച്ചിരിക്കുന്നത്. തന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറ പലായന യാത്ര ഇവിടെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. അത് തീർച്ചയായും ചരിത്രത്തിലെ ചിന്തിപ്പിക്കുന്ന ഒരു അധ്യായമാവണം എന്ന് അല്ലാഹുവിന്റെ താല്പര്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഭവം മറ്റുള്ളവർ പലപ്പോഴും രഹസ്യമായി മക്ക വിട്ടപ്പോൾ അത്തരത്തിലുള്ള ഒരു രഹസ്യമായ യാത്ര അത് തന്റെ പ്രവാചകൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. പരസ്യമായി തന്നെ ആ പ്രവാചകൻ യാത്ര പോവുകയാണ്. എന്നാൽ പരസ്യമാണെങ്കിൽ പോലും ആരുടെയും കയ്യിൽ പിടികൊടുക്കാത്ത ഒരു അത്ഭുതകരമായ യാത്ര. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. അതേ ദിവസം തന്നെ
കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഉച്ച സമയത്ത് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തുകയുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. എന്നതിന് ശേഷം അവർ രണ്ടുപേരും ഇന്ന് രാത്രിയിൽ ഹിജ്റ പുറപ്പെടും എന്ന സന്ദേശവും നൽകിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത്. അന്നേ ദിവസം രാത്രി, ആ ദിവസം രാത്രി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് വിവരം ലഭിച്ചു, ഇന്ന് രാത്രി ഇങ്ങനെ ചില സംഭവങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇന്നാണ് നിങ്ങളുടെ ഹിജ്റ യാത്രയുടെ ആരംഭം. ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് വിവരങ്ങളെല്ലാം ലഭിച്ച മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, അലി, ഇന്ന് അലി എന്റെ വിരിപ്പിൽ കിടന്നുറങ്ങണം. എന്റെ പുതപ്പുണ്ട്, എന്റെ പച്ച നിറത്തിലുള്ള ഹളറമിയായ ഹളർമൗത്തിൽ നിന്നുണ്ടാക്കിയ യമൻ നിർമ്മിതമായ ഒരു പുതപ്പ്, ആ പുതപ്പ് കൊണ്ട് മൂടിപ്പിതച്ച് ഞാൻ സാധാരണ കിടക്കാറുള്ള വിരിപ്പിൽ കിടക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊന്നും പറഞ്ഞില്ല എന്നാണ്. എന്താണ് പദ്ധതി, എന്താണ് നടക്കാൻ പോകുന്നത്, എന്തിനു വേണ്ടിയാണ് തന്നോട് കിടക്കാൻ പറയുന്നത്, അതൊന്നും പറഞ്ഞില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞു, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട അലി, നിനക്കൊന്നും അരുതാത്തതൊന്നും നിനക്ക് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവ് പോലെ ഉറങ്ങാൻ കിടക്കുന്ന സമയമായി. ഈ സമയം ശത്രുക്കൾ നബിയുടെ വീട് വളയുകയാണ്. രഹസ്യമായി നബിയുടെ വീട് വളഞ്ഞു. വാതിൽക്കൽ അവർ കാവല് നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. രാത്രിയുടെ 2-ാം യാമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തു വരുന്നതും കാത്തു നിൽക്കുകയാണ്. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ചരിത്രം നോക്കി നിന്ന മുഹൂർത്തമായിരുന്നു, നിമിഷങ്ങളായിരുന്നു അതെല്ലാം. പക്ഷേ അള്ളാഹുവിന്റെ പ്ലാൻ, അള്ളാഹുവിന്റെ പദ്ധതി അതാണ് എപ്പോഴും വിജയിക്കുക. മഹാനായ നബിയെ വധിക്കുവാൻ വേണ്ടി വട്ടം കൂടിയ മക്കായിലെ മുശ്രിക്കീങ്ങൾ അവർ വല്ലാത്ത ആഹ്ലാദത്തിലായിരുന്നു. ഇന്ന് തന്നെ ആ കണ്ണിലെ കരട് നാം എടുത്തു കളയുകയാണ് എന്ന ഒരു തോന്നലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അബൂജഹൽ വലിയ അഹങ്കാരത്തോടുകൂടെ അവരുടെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു അത്രേ, പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, കേട്ടില്ലേ മുഹമ്മദ്, അയാൾ വാദിക്കുന്ന എന്താണെന്നറിയാമോ? അയാളെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് അറബികളുടെയും അജമികളുടെയും നേതാക്കന്മാരാവാമെന്നാണ്, നിങ്ങൾക്ക് ലോകത്തിന്റെ അധിപന്മാരായി തീരാമെന്നാണ് അയാൾ വ്യാമോഹിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളൊക്കെ മരിച്ചതിന് ശേഷം വീണ്ടും ജീവിക്കും എന്നും, എന്നിട്ട് മരിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ ആ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ജോർഡാനിലുള്ള മനോഹരമായ പൂന്തോപ്പുകൾ പോലുള്ള പൂന്തോപ്പുകൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കും എന്ന് പറയുന്നുണ്ട്. നിങ്ങളെങ്ങാനും മുഹമ്മദിനെ പിന്തുടരുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് നാശമുണ്ടാകും. ആ നാശത്തിന് ശേഷം നിങ്ങൾ മരിക്കും. ആ മരണത്തിന് ശേഷം നിങ്ങൾ പുനർജനിപ്പിക്കുമ്പോൾ നിങ്ങൾ തീയിലേക്ക് എടുത്തെറിയപ്പെടും എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിച്ച് പൊട്ടിച്ചിരിക്കുകയായിരുന്നു ഫിർഔനു ഹാദിഹിൽ ഉമ്മ എന്ന വിശേഷിപ്പിക്കപ്പെട്ട അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യങ്ങളെല്ലാം അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നത്. പതിവ് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി 2-ാം യാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നതിന് ശേഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തു വരുന്നതും കാത്ത് കണ്ണിലെണ്ണയും ഒഴിച്ച് കാത്തു നിൽക്കുകയായിരുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വരികയാണ്. തന്റെ വീടിന്റെ ഉള്ളിന്റെ ഭാഗത്തിൽ നിന്ന് തന്നെ ഒരു പിടി മണ്ണ് വാരിയിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിലൂടെ പറഞ്ഞ ഈ സന്ദേശം അത് പാരായണം ചെയ്തുകൊണ്ട്, ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ ധൈര്യശാലിയെ പോലെ തന്നെ കൊല്ലാൻ വേണ്ടി, തന്നെ വെട്ടിവീഴ്ത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന വാളുകൾക്ക് മുമ്പിലേക്ക് ഇറങ്ങുന്ന ആ ധൈര്യം, അത് അള്ളാഹുവിന്റെ റസൂലിന് മാത്രമുള്ള ധൈര്യമാണ്. അള്ളാഹു ധൈര്യം കൊടുക്കുമ്പോൾ നമ്മൾ ധീരന്മാരായി തീരുന്നു. നമുക്ക് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ധൈര്യമല്ല അത്തരം ധൈര്യങ്ങളൊന്നും. അള്ളാഹുവിന്റെ ധൈര്യമാണ് പ്രവാചകനിൽ സന്നിവേശിച്ചിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിൽ പിടിച്ച മണ്ണ് തന്റെ വീടിന്റെ തന്റെ മുമ്പിൽ കാണുന്നവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവർക്കിടയിലൂടെ ഒന്നും അറിയാത്ത ഒരാൾ നടന്നു പോകുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു നീങ്ങുകയാണ്. നടന്നു നീങ്ങി ഇരുട്ടിൽ മറയുകയാണ്. നബിക്ക് വഴികൾ നന്നേ പരിചയമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ നേരെ പോകുന്നത് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിത്ര പുരുഷനായ ഹസ്രത്ത് അബൂബക്കർ ഇബ്നു അബൂ ഖുഹാഫ എന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്കാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിൽ ഈ കാര്യം വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. വയംകുറൂന വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അവർ ചതിക്കാൻ ഒരുമ്പെട്ടാൽ അള്ളാഹുവും ചതിക്കും. അള്ളാഹുവിന്റെയും അവരുടെയും ചതികൾ ഏറ്റുമുട്ടുമ്പോൾ അള്ളാഹുവിന്റെ ചതിയായിരിക്കും മേൽക്കൈ നേടുക. അള്ളാഹു സൂറത്തുൽ അൻഫാലിൽ പറയുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കിടയിലൂടെ യാതൊന്നും അറിയാത്തതുപോലെ വളരെ കൂളായി അവർക്കിടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുന്നു. അങ്ങനെ നടന്നുപോയി. അതേസമയം ശത്രുക്കളാണെങ്കിലോ പതിവ് പോലെ നബിയെ കാണാതെ, സാധാരണഗതിയിൽ മുഹമ്മദ് ഇറങ്ങി വരാറുള്ള സമയമായിട്ടും കാണാതെ അവരിങ്ങനെ അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കാത്തുനിന്ന് നേരം പുലരാനായപ്പോഴാണ് അവരുടെ മുമ്പിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടത്. ആ ആൾ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല, അവർക്കാർക്കും അറിയാത്ത ഒരാൾ. എന്തായിരുന്നാലും ഒരു അറബി വേഷത്തിൽ വന്ന അയാൾ ചോദിച്ചവരോട്, മാ തന്തളിറൂൻ, നിങ്ങൾ എന്താ കാത്തു നിൽക്കുന്നത്? നിങ്ങൾ ഈ വീടിന്റെ വാതിൽക്ക് ഇങ്ങനെ എന്തോ കാത്തു നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. അവർ പറഞ്ഞു, ഖാലു മുഹമ്മദ, ഞങ്ങൾ മുഹമ്മദിനെ കാത്തു നിൽക്കുകയാണ്. അയാൾ പറഞ്ഞു, ഖിബ്തും വഖസിർതും, നിങ്ങൾക്ക് പരാജയം, നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഖദ് വല്ലാഹി മർറ ബിക്കും, അയാൾ തീർച്ചയായും നിങ്ങളുടെ മുമ്പിലൂടെ, നിങ്ങൾക്കിടയിലൂടെ നടന്നു പോയി. നിങ്ങളുടെ തലയിലേക്ക് അയാൾ മണ്ണ് വാരിയിട്ടുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ കെട്ടി അയാൾ നിങ്ങൾക്കിടയിലൂടെ രക്ഷപ്പെടുകയുണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അത്ഭുതമായി. അത് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അവര് വാതിലിന്റെ ചെറിയ ദ്വാരത്തിന്റെ ഇടയിലൂടെ അവർ ഏന്തി വലിഞ്ഞ് അകത്തേക്ക് നോക്കി. അപ്പോൾ അവർ കണ്ടു, സാധാരണഗതിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാറുള്ള വിരിപ്പിൽ ആള് കിടന്നുറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുണ്ട്, കിടന്നുറങ്ങുകയാണ് എന്ന് തോന്നി. അങ്ങനെ നേരം വെളുക്കുന്നത് വരെ അവരവിടെ നിന്നു എന്നാണ്. നേരം വെളുക്കുന്നത് വരെ നിൽക്കുകയും ആ പുതപ്പിന്റെ ഉള്ളിലുള്ള ആള് എഴുന്നേൽക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നോക്കി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിരുപ്പിൽ നിന്ന് അലിയുൻ കറമല്ലാഹു വജ്ഹു മഹാനവറുകൾ എഴുന്നേൽക്കുന്നത്. അലി അള്ളാഹുവിനോടുള്ള ദേഷ്യം അവർക്ക് പറഞ്ഞാൽ തീരുമായിരുന്നില്ല. അവർ അലി റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പിടിച്ചു വലിച്ച് അങ്ങ് കഅബാലയത്തിന്റെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹത്തെ ഭേദ്യം ചെയ്തു. എവിടെ പോയി മുഹമ്മദ്, പറയൂ, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിനെ എത്ര ഭേദ്യം ചെയ്തിട്ടും അലി റളിയല്ലാഹു അൻഹുവിനേക്ക് പറയാൻ കഴിഞ്ഞില്ല. കാരണം എന്തെന്നാൽ അലി റളിയല്ലാഹു അൻഹുവിനേക്ക് അറിയാമായിരുന്നില്ല എന്താണ് സംഭവിച്ചത് എന്ന്. അലി റളിയല്ലാഹു അൻഹുവിനേക്ക് അപ്പോൾ അറിയുമായിരുന്നില്ല. മഹാനായ അലിയുൻ കറമല്ലാഹു വജ്ഹുവിനെ അവസാനം അവർ വിട്ടു. കാരണം വിടുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് മദീനാവിലേക്കുള്ള ഹിജ്റ, പലായനം എന്ന് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്വത്തിന്റെ 14-ാം വർഷം സഫർ മാസം 27-ാം തീയതി, അതായത് AD 622 സെപ്റ്റംബർ മാസം 12-ാം തീയതിയോ അല്ല 13-ാം തീയതിയോ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിൽ നിന്നിറങ്ങി നേരെ തന്റെ സന്തത സഹചാരിയായ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. പിന്നെ നേരം വെളുക്കുന്നവരെ കാത്തു നിന്നില്ല. അവരുടെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീടിന്റെ പിൻവാതിലിലൂടെ അവര് നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ അവർ നടന്ന് പുറത്തേക്ക് പോവുകയാണ്. നേരത്തെ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചുകൊണ്ട് അവർ മദീനാവിലേക്ക് പോവുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാമായിരുന്നു, ഖുറൈശികൾ അവർ മുറിവേറ്റ പാമ്പുകളാണ്, അവരൊരിക്കലും അടങ്ങിയിരിക്കില്ല. താൻ അവരുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവര് തന്നെ അന്വേഷിച്ചുകൊണ്ട് ആളെ വിടും, അത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നബിക്ക് മറ്റൊരു കാര്യം കൂടി ഉറപ്പായിരുന്നു, അവര് സ്വാഭാവികമായും ആദ്യത്തെ പ്രയോറിറ്റി നൽകുന്ന വഴി മദീനയിലേക്കുള്ള വഴിയായിരിക്കും. കാരണം അവർക്ക് ഏകദേശം അറിയാം യസ്രിബിലുള്ള ആൾക്കാരുമായിട്ട് എന്തൊക്കെയോ ചില കരാറുകളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് അവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർ മദീനയിലേക്ക് പോകുന്ന വഴി, അതായത് മക്കയിൽ നിന്ന് നേരെ വടക്കോട്ടുള്ള വഴി, ആ വഴിയായിരിക്കും അവർ സ്വാഭാവികമായും അന്വേഷിക്കുക എന്ന് അവർക്കറിയാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ വടക്കോട്ട് പോകേണ്ട മദീനയിലേക്കുള്ള വഴി വിടുകയും നേരെ എതിർദിശയിലേക്ക് തെക്ക് ഭാഗത്തേക്കായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോവുകയും ചെയ്തു. പോയി എന്ന് മാത്രമല്ല, യമൻ ഭാഗത്തേക്ക് പോകുന്ന വഴി, ആ വഴിയിലൂടെ പോയി ഏകദേശം 5 മൈലുകളോളം നടന്ന്
അവിടെ ഒരു വലിയ പർവ്വതമുണ്ട്. ആ പർവ്വതം ജബലു സൗർ എന്ന് പറയുന്ന പർവ്വതമാണ്. ആ പർവ്വതം വലിയ നീണ്ടു പരന്നു കിടക്കുന്ന ഒരു പർവ്വതമാണ്. ചെങ്കുത്തായ പർവ്വത ശിഖരങ്ങളാണ് ആ പർവ്വതത്തിനുള്ളത്. വളരെ പ്രയാസമേറിയ വഴിയുള്ളതാണ്. അതോടൊപ്പം തന്നെ കയറുക എന്ന് പറഞ്ഞാൽ വളരെയേറെ പ്രയാസമുള്ളതാണ്. വലിയ വലിയ ഭീമാകാരങ്ങളായ കല്ലുകൾ നിറഞ്ഞ ഒരു തരം പ്രയാസകരമായ വഴികളുള്ള ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തിന്റെ മുമ്പിലെത്തുകയും ആ പർവ്വതത്തിലേക്ക് കയറുകയും ചെയ്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് നടന്നിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പക്ഷേ ധൈര്യവാനായ നല്ലൊരു ആരോഗ്യവാനായ ഒരാളെ പോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിക്കേണ്ടിടത്ത് കൈപിടിക്കാനും നബിയെ എടുക്കേണ്ടിടത്ത് എടുക്കാനും നബിയെ സഹായിക്കേണ്ടിടത്ത് സഹായിക്കാനെല്ലാം സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിരുന്നു ഈ യാത്രയിലെ സഹവാസം എന്ന് പറയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശമേലാപ്പിലിരുന്നു കൊണ്ട് ഈ മനോഹരമായ സഹവാസത്തെ നോക്കിക്കാണുകയും തന്റെ ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യപ്പെടാനുള്ള പരിശുദ്ധമായ കലാമിൽ വസാനിയ സിനൈനി ഇദ് ഹുമാ ഫിൽ ഗാർ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത ആ മഹത്തായ സംഭവം മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു ഈ മുഹൂർത്തം. അവസാനം അവർ ആ മലയുടെ മുകളിലേക്ക് കയറി അതിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു പാറക്കൂട്ടത്തിന്റെ ഇടയിലുള്ള ഒരു ഗുഹ അവർ കാണുകയുണ്ടായി. വലിയ ഭീമാകാരങ്ങളായ കല്ലുകൾ കൂടിക്കിടക്കുന്നതിനിടയിലുള്ള ഒരു ഗുഹ. ആ ഗുഹ കണ്ടപ്പോൾ അതിന്റെ ഉള്ളിൽ കയറി വിശ്രമിക്കാം. ഏകദേശം മലയുടെ മുകൾ ഭാഗത്തെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കയറാൻ സ്ഥലമില്ല. ഇനി അതിന്റെ ഉള്ളിലിരിക്കാം, ഇനി അതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാം എന്ന തീരുമാനത്തിൽ അവർ അതിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇടപെടുകയാണ്. നബിയെ, അങ്ങ് ആദ്യം കടക്കരുത്. ഈ ഗുഹക്കുള്ളിൽ നമുക്കറിയില്ലല്ലോ ആ ഗുഹയുടെ ഉള്ളിൽ എന്താണുള്ളത് എന്നറിയില്ല. അതുകൊണ്ട് തന്നെ താങ്കളല്ല, ഞാൻ ആദ്യം കടക്കട്ടെ, ഞാൻ ആദ്യം കടന്നിട്ട് പരിശോധിക്കട്ടെ. എന്തെങ്കിലും മക്രൂഹ് ഉണ്ടെങ്കിൽ അത് എനിക്ക് സംഭവിച്ചോട്ടെ, അങ്ങേക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അങ്ങ് ഈ ലോകത്തെ നയിക്കേണ്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതപ്രകാരം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അകത്തേക്ക് കടന്നു എന്ന് മാത്രമല്ല, അവിടെ പരിശോധിച്ചു. അവിടെ ധാരാളം മാളങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്റെ തന്നെ വസ്ത്രങ്ങളുടെ ഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം അടച്ചു. അവസാനം നോക്കുമ്പോൾ പിന്നെയും മാളങ്ങളുണ്ട്. ആ മാളങ്ങളിൽ പ്രധാനപ്പെട്ട മാളത്തിൽ അദ്ദേഹം സ്വന്തം കാൽവിരൽ വെച്ചുകൊടുത്തു എന്നാണ്. മഹാനായ പ്രവാചകനോടുള്ള സ്നേഹം സഹാബിമാർക്ക് അത്ര വലുതാണ്. അതിനേക്കാൾ വലുതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നബിയോടുള്ള സ്നേഹം. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിലയം പ്രാപിക്കുന്ന ക്രമത്തിലുള്ള ഒരു വലിയ സ്നേഹമായിരുന്നു. അക്ഷരങ്ങളും വാക്കുകളും പ്രയോഗങ്ങളുമെല്ലാം നിഷ്ഫലമായി പോകുന്ന, വിവരിക്കാനാവാത്ത ഒരു വലിയ സ്നേഹമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ നബിയോടുള്ള സ്നേഹം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഹയിലേക്ക് കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷീണിതനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നു. ക്ഷീണമുണ്ടായിരുന്നു. നബി ഉറങ്ങിപ്പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാൽവിരൽ ഒരു മാളത്തിലാണ് വെച്ചിരിക്കുന്നത്. ആ മാളത്തിൽ നിന്ന് ഒരു വിഷജീവി അദ്ദേഹത്തിന്റെ കാലിൽ കടിക്കുകയുണ്ടായി. വേദനയായി അദ്ദേഹത്തിന്. പക്ഷേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുകയാണ്. തന്റെ വേദനയേക്കാൾ വലുത്, അല്ലെങ്കിൽ തന്റെ ജീവനേക്കാൾ വലുത്, തന്റെ വിരലിനേക്കാൾ വലുത് പ്രവാചകന്റെ റാഹത്താണ് എന്ന് മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബിയെ ഇളക്കിയില്ല, നബിയെ വിളിച്ചില്ല, നബിയെ ഉണർത്തിയില്ല. വേദന കടിച്ചമർത്താൻ അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പക്ഷേ കരച്ചിലൊതുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കണ്ണുനീർ നബി തിരുമേനിയുടെ മുഖത്തേക്ക് ഉറ്റി വീഴുകയുണ്ടായി. അപ്പോൾ നബി എഴുന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാലക യാ അബൂബക്കർ, എന്ത് പറ്റി അബൂബക്കർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, ലുദിഗ്തു, എന്റെ കാലിൽ എന്തോ കൊത്തിയിട്ടുണ്ട് നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ചികിത്സിച്ചു. നബിയുടെ പരിശുദ്ധമായ തുപ്പുനീര് കൊണ്ട് ആ മുറി വായിൽ തടവുകയും വിഷം ഇല്ലാതെയാവുകയും ചെയ്യുകയുണ്ടായി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹു 3 രാത്രികൾ അവിടെ കഴിഞ്ഞുകൂടിയെന്നാണ്. സൗർ എന്ന് പറയുന്ന ഗുഹ കാണാനുള്ള ഭാഗ്യം കിട്ടിയവർ ഒരുപാട് പേർ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുമെന്ന് അനുമാനിക്കുകയാണ്. അവർക്കെല്ലാം അറിയാം അത് എത്രമാത്രം വിജനമായൊരു സ്ഥലമാണ് എന്ന്. ഹിറാ ഗുഹ പോലെയല്ല സൗർ ഗുഹ എന്ന് പറയുന്നത്. നീണ്ടു നിവർന്ന്
ഒരുപാട് നടക്കേണ്ട സ്ഥലമാണ്. ഒരുപാട് നടന്ന് കയറേണ്ട വളരെ വിദൂരതയിലുള്ള, അതോടൊപ്പം വളരെ പ്രയാസകരമായ വഴികളുള്ള ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തിന്റെ മുകളിൽ ഇപ്പോൾ സന്ദർശകരുണ്ടാവാം, പക്ഷേ അക്കാലത്ത് സന്ദർശകരോ മറ്റോ ഒന്നുമില്ല, അവിടെ ആരുമില്ല, വിജനമാണ്. വിജനമായ ആ സ്ഥലത്ത് ഒരു വെളിച്ചത്തിന്റെ തരി പോലുമില്ലാതെ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സന്തത സഹചാരി അബൂബക്കർ റളിയല്ലാഹു അൻഹുവും 3 ദിവസങ്ങൾ കഴിച്ചുകൂട്ടി എന്നാണ് ചരിത്രം പറയുന്നത്. അവർ പോയത് വെള്ളിയാഴ്ചയായിരുന്നല്ലോ. വെള്ളിയാഴ്ചയുടെ ആ രാത്രി, വ്യാഴാഴ്ചയുടെ രാത്രി പുലർന്ന വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ അവരവിടെ കഴിഞ്ഞു. ശനിയാഴ്ചയും ഞായറാഴ്ചയും അവരവിടെ കിടന്നു. ആ സന്ദർഭത്തിൽ അവരെ സഹായിക്കാൻ ചിലരൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ പതുങ്ങി അവരുടെ അടുക്കിലേക്ക് വരും. എന്നിട്ട് അവരുടെ അടുക്കൽ കിടക്കും. എന്നിട്ട് നേരം വെട്ടം പരക്കുന്നതിന് മുമ്പ് മക്കയിലേക്ക് പോകും, താനൊന്നും അറിഞ്ഞില്ല എന്ന രൂപത്തിൽ. അതേപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആടുകളെ മേച്ചിരുന്ന ആമിർ ബിൻ ഫുഹൈറ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്ന ആമിർ ബിൻ ഫുഹൈറ അവർക്ക് കുടിക്കാനുള്ള പാലും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം, ജീവൻ നിലനിർത്താൻ ആവശ്യമായ എന്തെങ്കിലും ഭക്ഷണങ്ങൾ അതുമായിട്ട് വരുമായിരുന്നു എന്നാണ്. ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുടുംബമാണ് നബിയെയും അബൂബക്കർ റളിയല്ലാഹുവിനെയും വളരെ വിജനമായ, വളരെ ഭീതിതമായ ഈ 3 ദിവസങ്ങളും സംരക്ഷിച്ചതെന്നാണ് പറയുന്നത്. അതേസമയം മക്കയിൽ മറ്റൊരു രംഗം പുരോഗമിക്കുകയാണ്. അവിടെ മക്കയിലെ ആൾക്കാർ വലിയ നിരാശയിലാണ്. ശത്രുക്കൾ അവർക്ക് ഭ്രാന്തി തുടങ്ങിയിരിക്കുകയാണ്. നേതാക്കന്മാർ അടിയന്തര യോഗം ചേർന്നു. അവർ തീരുമാനമെടുത്തു, എന്ത് ചെയ്തും അവരെ പിടികൂടണം, മുഹമ്മദിനെയും അബൂബക്കറിനെയും പിടികൂടണം. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഒരുപാട് ഭേദ്യം ചെയ്തു. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു വിട്ടുകൊണ്ട് അവർ നേരെ പോയത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടി. പുറത്തേക്ക് വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൾ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ. അബൂജഹൽ ചോദിച്ചു, അയിന അബൂക്കി, നിന്റെ പിതാവ് എവിടെ പോയി? അവർ പറഞ്ഞു, എനിക്കറിയില്ല, എന്റെ പിതാവ് എവിടെ പോയി എന്ന് എനിക്കറിയില്ല. അബൂജഹൽ എന്ന ദുഷ്ടൻ ആ സന്ദർഭം മഹദി അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹായുടെ മുഖത്താഞ്ഞടിക്കുകയുണ്ടായി. ആ അടിയുടെ ആഘാതത്താൽ അവരുടെ കാതിലുണ്ടായിരുന്ന കമ്മൽ നിലത്തേക്ക് തെറിച്ചു പോവുകയുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്നും സൂചനകളൊന്നും ലഭിക്കാതെ വന്നപ്പോൾ അവർ അടിയന്തരമായ യോഗം ചേർന്നു. എന്നതിന് ശേഷം അവർ മക്കയിൽ പരസ്യം ചെയ്തു, മുഹമ്മദിനെയും അബൂബക്കറിനെയും ജീവനോടെയോ അല്ലാതെയോ കണ്ടെത്തുന്നവർക്ക് 100 ഒട്ടകങ്ങൾ, 100 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ അക്കാലത്ത് ഒരു പുരുഷ ആയുഷ്കാലത്ത് ഒരാൾക്ക് സമ്പാദിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഒരു തുകയായിരുന്നു എന്നാണ്. ഇനാമിനെ പറ്റിയുള്ള വിവരം കേട്ടതും മക്കായിലെ ആൾക്കാർ 4 പാടും ചിതറിയോതി. എല്ലാ സ്ഥലങ്ങളിലൂടെയും അവർ പരിശോധിച്ചു നോക്കി. പോകാൻ സാധ്യതയുള്ള വഴികളിലൂടെയൊക്കെ പരിശോധിച്ചു നോക്കി. പക്ഷെ ആർക്കും കാണാൻ കഴിഞ്ഞില്ല. അവസാനം ചില വിരുദ്ധന്മാർ നേരെ എതിർദിശയിലേക്കും പോയി. അവര് സൗർ പർവ്വതത്തിനടുത്തെത്തി. അതിന്റെ മുകളിലേക്ക് അവർ കയറി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഒളിച്ചിരിക്കുന്ന ഗാർ സൗർ എന്ന് പറയുന്ന ഗുഹയുടെ മുഖത്ത് വരെ അവരെത്തി. ഉള്ളിൽ നിന്നുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ കണ്ണയച്ചപ്പോൾ ശത്രുവിന്റെ കാൽ തൊട്ടു മുമ്പിൽ അവരെങ്ങാനും കണ്ടാൽ അദ്ദേഹത്തിന് ആശങ്കയായി, പേടിയായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ ഉദ്വേഗത്തോടുകൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അന്ന ബഅലഹും തഅത ബസറഹു റആന, അവരാരെങ്കിലും ഒന്ന് സ്വന്തം കാലിന്മേക്ക് നോക്കിയാൽ തന്നെ നബിയെ നമ്മളെ കാണുമല്ലോ, നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് പറയുകയുണ്ടായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധൈര്യമുണ്ടെന്ന് നാം പറഞ്ഞല്ലോ. ആ ധൈര്യമാണല്ലോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വെട്ടാൻ കാത്തിരിക്കുന്ന വാളുകൾക്ക് മുമ്പിലൂടെ പോരാൻ ധൈര്യപ്പെടുത്തിയത്. അള്ളാഹു നൽകിയ ധൈര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉസ്കുത് യാ അബൂബക്കർ, മിണ്ടാതിരിക്കൂ. അല്ലാഹു ഇസ്നാനി അല്ലാഹു സാലിസുഹുമാ, നാം ഇവിടെ 2 പേരല്ല 3 പേരാണ്.
നമ്മളിൽ ഒരാൾ അള്ളാഹുവാണ്. അള്ളാഹു നമ്മുടെ മുമ്പിലുണ്ടാവുമ്പോൾ നമ്മൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. മാ ളന്നുക യാ അബൂബക്കർ ബിഇസ്നൈനില്ലാഹു സാലിസുഹുമാ. ഈ സംഘത്തിലെ ഒരാൾ അള്ളാഹു ആണെന്നുണ്ടെങ്കിൽ അബൂബക്കർ നമുക്ക് എന്ത് സംഭവിക്കുമെന്നാണ് താങ്കൾ ആശങ്കപ്പെടുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷിച്ച പോലെ അവരാരും കാലിലേക്ക് നോക്കിയില്ല, താഴേക്ക് നോക്കിയില്ല. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു. അവസാനം അവർ കുഴങ്ങി. അന്വേഷണങ്ങളിലൊന്നും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരോരോരുത്തരും മടങ്ങി നിരാശരായി വീടുകളിലേക്ക് തിരിച്ചെത്തി. 3 ദിവസത്തെ ഈ അന്വേഷണത്തിൽ തിരക്കൊക്കെ കഴിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലായപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്കുള്ള യാത്ര ആരംഭിക്കുവാൻ തീരുമാനിച്ചു. അവിടെ വെച്ച് വഴികാട്ടിയായ ഒരാളെ, വേണ്ട പോലെ വഴി അറിയില്ല, ഇനി വഴി അറിയുമെങ്കിൽ തന്നെ അറിയുന്ന വഴിയിലൂടെ പോകാൻ കഴിയില്ല, ശത്രുക്കൾ കാവലിരിക്കുകയാണ് വഴികളിലെല്ലാം. അതുകൊണ്ട് തന്നെ മദീനയിലേക്കുള്ള ഏതെങ്കിലും ഒരു കുറുക്കുവഴി വേണം. ആ കുറുക്കുവഴിയിലൂടെ വേണം പോകാൻ. അതിനുവേണ്ടി അത്തരം വഴികളൊക്കെ അറിയുന്ന ഒരു സമർത്ഥനായ ഒരാളെ അവർക്ക് കിട്ടി. അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്ത് അൽ-ലൈസി, ബനു ലൈസ് കുടുംബക്കാരനായ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്ത്. അയാൾ മുസ്ലിം ഒന്നുമല്ലായിരുന്നു, പക്ഷേ അയാൾ ശാന്തനായ ഒരാളായിരുന്നു. വഴിയെ സംബന്ധിച്ച് നല്ല സമർത്ഥമായ അറിവുള്ള ആളുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും തങ്ങളുടെ കാര്യം രഹസ്യം വളരെ സൂക്ഷിക്കണം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ടീഷനൊക്കെ ചെയ്തതിനു ശേഷം അവിടെ വെച്ച് അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്തിനോടൊപ്പം പുറപ്പെടുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബിയുടെ നഗരമായ പരിശുദ്ധ മദീന മുനവ്വറയിലേക്ക് നുബുവത്തിന്റെ ഹിജറ 1-ാം വർഷം, ഇപ്പൊ നമ്മൾ ഹിജറ 1-ാം വർഷം എന്നാണ് ഇനി ആ കാലം പറയാറുള്ളത്, റബീഉൽ അവ്വൽ മാസം ആദ്യ ദിവസത്തിൽ തന്നെ അവർ പുറപ്പെടുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് അവർക്ക് വേണ്ട വാഹനങ്ങളുമായി തയ്യാറായി വന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാഹനം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനം പണത്തിന് പകരമായി തന്നെ വാങ്ങി, വെറുതെ വാങ്ങിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും പുറപ്പെടുകയാണ്. അപ്പോൾ അവരോടൊപ്പം ആമിർ ബിൻ ഫുഹൈറ എന്ന അവരുടെ അടിമയും കൂടി, അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്തും. അങ്ങനെ അവർ നേരെ പോകുന്നത് കടൽക്കരയിലേക്കാണ്. കടൽക്കര വഴിയാണ് അവർക്ക് പോകാനുള്ള വഴി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് നേരെ തെക്ക് ഭാഗത്തേക്ക് തന്നെ വീണ്ടും മുന്നോട്ട് പോയി. എന്നതിനു ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു. പടിഞ്ഞാറോട്ട് തിരിയുമ്പോൾ കടൽക്കരയിലെത്തിച്ചേരും, ചെങ്കടലിന്റെ തീരത്തിലൂടെ. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ജദ്ദയിൽ നിന്ന് യംബുൽ ബഹർ വഴി പോകുന്ന വഴി, ആ വഴിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാണ്. അങ്ങനെ സാധാരണഗതിയിൽ ജനങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത ഒരു സ്ഥലത്തെത്തി ആ കടൽക്കരയിൽ നിന്ന് പിന്നെ നേരെ വടക്കോട്ട് വെച്ച് പിടിക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ വഴി. ഇബ്നു ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സീറത്ത് ഇബ്നു ഇസ്ഹാഖിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂട്ടിനെ സംബന്ധിച്ച് കൃത്യമായി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് അസ്ഫലു മക്ക എന്ന മിസ്ഫലയിൽ നിന്നാണ്. പിന്നെ ഉസ്ഫാനിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഉംജി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ നിന്ന് ഖുദൈദിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഖറാറിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് സനിയത്തുൽ മുറയിലേക്ക് പോവുകയാണ്. ഇത്രയും സ്ഥലങ്ങളൊക്കെ തന്നെയും ഇപ്പോഴും യാംബു വഴി മദീനയിലേക്ക് പോകുന്ന പ്രധാന റൂട്ടിൽ തന്നെയാണ് എന്നതുകൂടെ ഇടക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുവഴി മദീനയിലേക്ക് പോകുന്ന ആൾക്കാർ, ബദർ വഴി മദീനയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഈ സ്ഥലങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയും. ആ സ്ഥലങ്ങളിലൂടെയാണ് ഇപ്പോഴും പ്രധാന റോഡ് കടന്നു പോകുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇപ്പോൾ പരിചിതമല്ലാത്ത സനിയത്തുൽ മുറയിലേക്ക് പ്രവേശിച്ചു. പിന്നെ മിദ്ലജയിലേക്ക് പ്രവേശിച്ചു. പിന്നെ മിജാജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്. ആ സ്ഥലങ്ങളൊക്കെ വളരെ പുരാതനമായ സ്ഥലങ്ങളായിരിക്കാം. ഒരു പക്ഷേ അതൊക്കെ ഇപ്പോൾ ഗ്രാമങ്ങളായി നിലനിൽക്കുന്നുണ്ടാവാം. നമുക്കതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. എന്തായിരുന്നാലും ആധുനിക പഠനങ്ങളിലൊക്കെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ റൂട്ടിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഉണ്ട് എന്നാണ്. ദീകശറിൽ നിന്ന് ജദാജിദിലേക്കും അജ്റദിലേക്കും പിന്നെ ദൂസലമിലേക്കും പിന്നെ അബാബീദിലേക്കും എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഫാജയിലേക്ക് കടന്നു. അവിടെ നിന്ന് അർജ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തി. അവിടെ നിന്നാണ് സനിയത്തു ഗായിർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയത്. അവിടെ നിന്ന് ബത്നുർ റസ്മിലേക്ക്. ബത്നുർ റസ്ം എന്ന് പറയുന്ന സ്ഥലം മദീനയുടെ അതിർത്തി പ്രദേശമായ ഖുബാഇന് തൊട്ടടുത്താണ്. അപ്പൊ ബത്നുർ റസ്മിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബായിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ്.
ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വികാരോജ്വലമായ ചരിത്രമാണ് ഹിജ്റയുടെ ചരിത്രം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി വമ്പിച്ച സുരക്ഷാ സന്നാഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിരിക്കുന്നത്. അവർ ആര് കണ്ടാലും തിരിച്ചറിയാത്ത വിധത്തിൽ വഴിയിലൂടെ ഇടക്കൊക്കെ പല ആൾക്കാരും ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ പോകുന്നത് കാണുകയുണ്ടായിരുന്നു എന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലായി നടക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹുവിനെ പൊതുവെ മക്കക്കാരായ ആൾക്കാർ, മക്കയിലേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവർ അബൂബക്കർ റളിയല്ലാഹുവിനെ കണ്ടാൽ അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിക്കും. അബൂബക്കർ റളിയല്ലാഹുവിനെ എല്ലാവർക്കും അറിയാം, നബിയെ പക്ഷെ അങ്ങനെ എല്ലാവർക്കും അറിയില്ല. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവിനോട് അവർ ചോദിക്കും, ഈ കാണുന്ന ആൾക്കാർ ചോദിക്കും, മൻ ഹാദർ റജുൽ ലദീ ബൈന യദൈക്, ആരാണ് ഈ പോണ ആള് എന്ന് ചോദിക്കും. അപ്പം അബൂബക്കർ റളിയല്ലാഹു ഹാദർ റജുലു യഹ്ദീന ത്വരീഖ്, ഇതെനിക്ക് വഴി കാണിക്കുന്ന ആളാണ്. സാധാരണഗതിയിൽ അങ്ങനത്തെ അറബികളുടെ യാത്രകളിലൊക്കെ വഴി കാണിക്കുന്ന ഒരാളുണ്ടാവും. അപ്പൊ നബിയുടെ ഈ യാത്രയിൽ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിനെ നമ്മൾ പറയുകയുണ്ടായി. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു പക്ഷേ സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് എനിക്ക് ജീവിതത്തിന്റെ വിമോചനമാർഗം കാണിക്കുന്ന മഹാനാണ് മുമ്പിൽ നടക്കുന്ന ഈ പ്രവാചകവര്യൻ എന്ന ഉദ്ദേശത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അബൂബക്കർ റളിയല്ലാഹു പറയുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ അത് വഴികാട്ടിയായിരിക്കാം, ഗൈഡായിരിക്കാം എന്ന് കരുതുകയും ചെയ്യുമായിരുന്നു എന്നാണ്. ഉമ്മു മഅബദ് അൽ ഖുസാഇയ എന്ന സഹോദരിയുടെ ടെന്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും എത്തിച്ചേർന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഹിജ്റ യാത്രയിലെ ഏറ്റവും കൗതുകരമായ ഒരു സംഭവമായിരുന്നു എന്നാണ്. ഒരു ഗ്രാമീണ വനിതയായിരുന്നു ഉമ്മു മഅബദിന്റെ. അപ്പോഴേക്ക് അവർക്ക് വല്ലാതെ ക്ഷീണമുണ്ടായിരുന്നു. ആ ക്ഷീണം തീർക്കാൻ വേണ്ടി അവർ അവിടെ കണ്ട ആ ഹൈമയിലേക്ക് ചെന്നു. അവിടെ ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയോട് പാലുണ്ടോ എന്ന് ചോദിച്ചു. പാലൊന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അവർ നിരാശയോടെ കൈമലർത്തുകയായിരുന്നു. പക്ഷേ പാലില്ലാത്ത ഒരാടിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് നബി ചോദിച്ചു, ഇതിനെ ഞാൻ കറന്നോട്ടെ എന്ന് ചോദിച്ചു. കറന്നു. പാല് ഇഷ്ടംപോലെ കിട്ടി. അവരൊക്കെ കുടിച്ചു. ഉമ്മു മഅബദും കുടിച്ചു. ഉമ്മു മഅബദിന്റെ വീട്ടിലെ പാത്രങ്ങളൊക്കെ നിറച്ചു വെക്കുകയും ചെയ്യുകയുണ്ടായി. വലിയൊരു കൗതുകമായിരുന്നു എന്നാണ്. ഉമ്മു മഅബദാണ് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ ശാരീരികമായ വിവരണങ്ങൾ നമുക്ക് തന്ന ഒരു മഹദി അവരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ഒക്കെ അവിടുന്ന് പോയതിനു ശേഷം അവരുടെ ഭർത്താവായ അബൂ മഅബദ് അവിടേക്ക് വന്നു. അബൂ മഅബദ് വന്നപ്പോ ഉമ്മു മഅബദ് കൗതുകത്തോടെ പറഞ്ഞു, ഒരു കൂട്ടം ആൾക്കാരോട് വന്നു. ആ കൂട്ടം ആൾക്കാരിൽ ഒരാളുണ്ട്, അയാൾ വല്ലാത്തൊരു തേജോമയമായ മുഖമുള്ള ആളാണ്. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ശരിക്കും നബിയുടെ അംഗലാവണ്യം, ശാരീരികമായ സൗകുമാര്യം എല്ലാം മനോഹരമായി വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു വർണ്ണനയാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ യാത്രയിലുണ്ടായ അത്ഭുതങ്ങളുടെ കൂട്ടത്തിലെ ഒരു അത്ഭുതമായിരുന്നു ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഈ സഹോദരിയും ആ സഹോദരിയിൽ നിന്ന് കിട്ടിയ സഹായവും ആ സഹോദരിയിലുണ്ടായ വിവരണങ്ങളും ഒക്കെ തന്നെയും. മക്കായിൽ അന്ന്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും അബൂബക്കർ റളിയല്ലാഹുവിനും സംഘാംഗങ്ങളും എല്ലാം കൂടി ഉമ്മു മഅബദിന്റെ ഖൈമ വിട്ട ആ ദിവസത്തിൽ തന്നെ മക്കായിൽ ഒരു അശരീരി കേട്ടു എന്ന് ചില ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ജസല്ലാഹു റബ്ബൽ അർശി ജസല്ലാഹു റബ്ബുൽ അർശി ഖൈറ ജസാഇഹി റഫീഖൈനി ഹല്ല ഖൈമതൈ ഉമ്മി മഅബദി ഹുമാ നസലാ ബിൽ ബർരി വർതഹല ബിഹി വഅഫ്ലഹു മൻ അംസാ റഫീഖു മുഹമ്മദി എന്ന് പറഞ്ഞുകൊണ്ടുള്ള മനോഹരമായ ഒരു കവിത ആലപിക്കപ്പെടുന്നത് കേട്ടു എന്നും, അത് കേട്ടപ്പോ ബാക്കിയുണ്ടായിരുന്ന മുസ്ലിമീങ്ങളായ ആൾക്കാർ, അസ്മാ ബീബി റളിയല്ലാഹു തആല അൻഹയെ പോലുള്ള ആൾക്കാർ, അസ്മാ ബീബി തന്നെയാണ് ഹദീസ് റിവായത്ത് ചെയ്തിരിക്കുന്നത്, അത്തരം ഒരു അശരീരി അവർ കേട്ടു എന്നും, അത് കേട്ടപ്പോഴാണ് അവർക്ക് നബി തിരുമേനിയും തന്റെ പിതാവും എല്ലാം പോയി കഴിഞ്ഞു, അവർ മദീനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരം മനസ്സിലായത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ചുകൊണ്ടുള്ള ശ്രമങ്ങൾ മക്കായിലെ മുശ്രിക്കീങ്ങൾ ഏകദേശം അവസാനിപ്പിച്ചു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ സമയത്താണ് അവിടുത്തെ ഒരു ജനങ്ങളൊക്കെ കൂടുന്ന ഒരു ചായപ്പീടിക പോലുള്ള ഒരു സ്ഥലത്ത് ഒരു സംസാരമുണ്ടായത്. ഷാമിൽ നിന്ന് വരികയായിരുന്ന ഒരാൾ അവിടെ എത്തിച്ചേർന്നു. ആ എത്തിച്ചേർന്ന ആള് അവിടെ വെച്ച് പറഞ്ഞു, മുഹമ്മദും അനുയായികളും രക്ഷപ്പെട്ടു എന്ന വിവരം പറഞ്ഞു, ഞാൻ പോരുമ്പോ ഒന്ന് രണ്ട് ആൾക്കാർ, ഏതാനും ഒരു കൂട്ടം ആൾക്കാർ അങ്ങോട്ട് വടക്കോട്ട് പോണത് ഞാൻ കാണുകയുണ്ടായി എന്ന് പറഞ്ഞു.
എനിക്ക് തോന്നുന്നത് അത് മുഹമ്മദ് സംഘം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടുകൊണ്ട് ആ സദസ്സിൽ മിണ്ടാതിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു, സുറാഖത്ത് ബിൻ മാലിക്. സുറാഖത്ത് മാലിക് എന്ത് ചെയ്തു? അദ്ദേഹം ഭയങ്കര ഒരു വളവനായ ഒരാളാണ്, ഒരു ക്ലവറായ ആളാണ്. അയാൾ പറഞ്ഞു, എന്താ നീ ഈ പറയുന്നത്? എന്താ നീ ഈ പറയുന്നത്? പിന്നെ അവരൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞു, എനിക്കറിയാം, എനിക്കതിനെപ്പറ്റിയ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ആരും അറിയാതെ, മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സുറാഖ അവിടുന്ന് വെല്ലെ രക്ഷപ്പെട്ട് വെല്ലെ എഴുന്നേറ്റ് ആരും അറിയാതെ വെല്ലെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് തന്റെ കുതിരയും എടുത്തുകൊണ്ട് ആ ഭാഗത്തേക്ക് കുതിച്ചു പോയി എന്നാണ്. ഇങ്ങനെ കുതിച്ചു. അപ്പോൾ സുറാഖക്ക് അറിയാം, സുറാഖ ഈ ഇനാം അടിച്ചെടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. അങ്ങനെ ചെന്നു, കുറെ ദൂരത്തെത്തി. ചെന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഘം പോകുന്നത് കണ്ടു. അവിടെ എത്തി. അവിടെ ഏകദേശം അടുത്തെത്തിയപ്പോഴേക്ക് എന്ത് ചെയ്തു എന്നറിയാമോ? അത്ഭുതം, അള്ളാഹുവിന്റെ കാവൽ. സുറാഖയുടെ ഒട്ടകം, സുറാഖയുടെ കുതിര പെട്ടെന്ന് പിടിച്ചു നിർത്തിയ പോലെ നിന്നു ഒരു സ്ഥലത്ത്. എന്നിട്ട് പിന്നെ അതിന്റെ കാല് ഭൂമിയിലേക്ക് ഇങ്ങനെ താഴാൻ തുടങ്ങി. അത് കണ്ട സുറാഖ ആകെ ഭയപ്പെട്ടു. മാത്രമല്ല, അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലമാൻ അല്ലമാൻ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നോക്കി, അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി. അപ്പം എന്ത് ചെയ്തു? സുറാഖയുടെ കുതിര പൂർവ്വസ്ഥിതി പ്രാപിച്ചു എന്നാണ്. പക്ഷേ പൂർവ്വസ്ഥിതി പ്രാപിച്ചപ്പോൾ പിന്നെയും സുറാഖയുടെ മനസ്സിൽ ഇനാമ് വന്നു. അപ്പോൾ സുറാഖ വീണ്ടും നബിയെ പിടികൂടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ചാടാൻ ശ്രമിച്ചു. അപ്പോഴും അങ്ങനെ ഉണ്ടായി. അതേപോലെ ഉണ്ടായപ്പോൾ സുറാഖ ഒരു കാര്യം മനസ്സിലായി, സംഗതി ഈ നബിന്റെ പിന്നിൽ എന്തോ ഒരു സത്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകന്റെ കാര്യം വിജയിക്കാൻ പോവാണ്. അതുകൊണ്ട് മക്കത്തെ 100 ഒട്ടകം അവിടെ നിൽക്കട്ടെ ഇപ്പൊ തൽക്കാലം. ഇപ്പോ ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രവാചകൻ ഇവിടുത്തെ രാജാവായി തീരും. ആ സമയത്ത് ഉപകാരപ്പെടാനുള്ള ഒരു കടലാസ്, ഒരു അമാൻ ഇപ്പൊ എഴുതി മേടിക്കലാണ് നല്ലത് എന്ന് കരുതി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെല്ലുകയും നബിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുഹമ്മദ്, നിന്നെ പിടിച്ചു കൊടുത്താൽ വലിയ സമ്മാനമൊക്കെ കിട്ടും, പക്ഷെ എനിക്കത് വേണ്ട, ഞാൻ ജനങ്ങളോടൊക്കെ പറഞ്ഞോളാം, നിങ്ങൾ രക്ഷപ്പെട്ടു തന്നെ പറഞ്ഞോളാം, പക്ഷേ ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം. എനിക്ക് വേണ്ടിയിട്ട് ആവശ്യമായ സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കാനുള്ള ഒരു സുരക്ഷയുടെ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഒരു എഴുതി തരണം, കരാർ എഴുതി തരണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിർ ഇബ്നു ഫുഹൈറയോട് പറയുകയും, അയാൾ എഴുത്തറിയുന്ന ആളായിരുന്നു, അയാൾ ഒരു തോൽ കഷ്ണത്തിൽ അത് എഴുതി കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും മദീന മുനവ്വറയിലേക്ക് പോവുകയും ഉണ്ടായി എന്നാണ്. സുറാഖത്ത് ഇബ്നു മാലിക് അല്ലാതെ മറ്റൊരാളും ശത്രുപക്ഷത്തിൽ നിന്ന് നബി തിരുമേനിയെ തടയാനോ പിടികൂടാനോ ശ്രമിച്ചിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അതേസമയം ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറ്റു പല നേട്ടങ്ങളും ഉണ്ടാവുകയുണ്ടായി. അതിലൊന്നാണ് ബുറൈദത്ത് ബിൻ ഹുസൈബ് അൽ അസ്ലമി എന്ന് പറയുന്ന ബനു അസ്ലം കുടുംബക്കാരായ ആൾക്കാരെ നബി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അവരെ അള്ളാഹുവിന്റെ റസൂൽ ഇസ്ലാമിലേക്കും സത്യമാർഗത്തിലേക്കും ക്ഷണിച്ചു. അവരിൽ 80ഓളം പേർ മുസ്ലിം ആവുകയുണ്ടായി. പക്ഷെ അവര് അപ്പോൾ നബിയോടൊപ്പം പോകുന്നില്ല, അവർക്ക് പോരാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. എന്തായിരുന്നാലും ഉഹദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവരെല്ലാം മദീനയിൽ എത്തിച്ചേർന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെ ബനു സഹം കുടുംബക്കാർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടി. അവരും ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി എന്നാണ്. അങ്ങനെ യാത്രയിൽ പല ആൾക്കാർക്കും സന്മാർഗം നൽകാനുള്ള ഒരു ഭാഗ്യം മഹാനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ യാത്രയിൽ തന്നെ ഉണ്ടാവുകയുണ്ടായി. വഴിയിൽ വെച്ച് മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. നബിയുടെ അമ്മായിയുടെ മകൻ കൂടിയാണ് സുബൈർ. സുബൈർ റളിയല്ലാഹു അൻഹു അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല, പക്ഷേ അവിടുന്ന് വരികയാണ്. നബിയോട് വല്ലാത്തൊരു മമതയും സ്നേഹവും ഒക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കച്ചവടം കഴിഞ്ഞ് ഷാമിലും തിരിച്ചു വരികയായിരുന്ന സുബൈർ നബിയെ വഴിയിൽ വെച്ച് കണ്ടു. വലിയ സന്തോഷമായി. സുബൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും വില കൂടിയ വസ്ത്രങ്ങളൊക്കെ നൽകി ആദരിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ചരിത്ര പ്രസിദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ യാത്ര, ആ ഹിജ്റ യാത്ര റബീഉൽ അവ്വൽ, ഹിജ്റ 1-ാം വർഷം റബീഉൽ അവ്വലിലെ നബുവത്തിന്റെ 14-ാം വർഷം, അതായത് ഹിജ്റ 1-ാം വർഷം റബീഉൽ അവ്വൽ 8-ാം തീയതി തിങ്കളാഴ്ച
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ അതിർത്തി പ്രദേശമായ ഖുബ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ അന്ന് താമസിച്ചിരുന്ന കുടുംബം ബനു ആമിർ ബിൻ ഔഫ് ആയിരുന്നു. ബനു ആമിർ ബിൻ ഔഫ് കുടുംബത്തിന്റെ അവർ താമസിക്കുന്ന ആ സ്ഥലത്താണ്, അതായത് മസ്ജിദ് ഖുബ നിൽക്കുന്ന സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി എത്തിച്ചേർന്നത് എന്നാണ്. അവിടെയാണ് നബി എത്തുക എന്ന് എല്ലാവർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അന്ന് വാർത്താ മാധ്യമങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എപ്പോൾ വരും അതൊന്നും ആർക്കും അറിയുമായിരുന്നില്ല. എന്തായിരുന്നാലും മദീനയിലെ സഹാബിവരന്മാർ, മുഹാജിരികളും അൻസാരികളുമായ സഹാബിവരന്മാർ എല്ലാ ദിവസവും അവിടെ വരും, കാത്തു നിൽക്കും, പിന്നെ വെയിൽ ചൂടായാൽ അവർ തിരിച്ചു പോകും, അങ്ങനെയായിരുന്നു എന്നാണ്. എന്നാൽ ഈ വിഷയം ഒരു പതിവായിരുന്നു. അവിടുത്തെ ജൂതന്മാർക്ക് വരെ അറിയാൻ കഴിഞ്ഞു. മക്കയിൽ നിന്ന് ഇവരുടെ നേതാവ് വരാൻ നിൽക്കുകയാണ്, ആ നേതാവിനെയാണ് ഇവർ കാത്തു നിൽക്കുന്നതെന്നൊക്കെ. അങ്ങനെ ഒരു ദിവസം ഒരു ജൂതൻ തന്റെ ഈന്തപ്പനയുടെ മുകളിൽ കയറി ഈന്തപ്പനയുടെ മുകളിലെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ദൂരെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും വരുന്നത് കണ്ടത്. അയാള് ഉടനെ വിളിച്ചു പറയുകയും അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് മക്കയിലെ അപാലവൃത്തം സത്യവിശ്വാസികളും അവിടെ എത്തിച്ചേരുകയും മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാഗതം നേരുകയും ചെയ്യുകയുണ്ടായി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിച്ചേരുമ്പോൾ മൗനിയായിരുന്നു, ശാന്തനായിരുന്നു. നബി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. കാരണം അപ്പോൾ നബിക്ക് വഹി ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസാലിഹുൽ മുഅ്മിനീന വൽ മുഅ്മിനീൻ വൽ മലായികത്തു ബഅദ ദാലിക ളഹിറ എന്ന ആയത്ത് ഈ സന്ദർഭത്തിലാണ് ഇറങ്ങിയത് എന്ന് തഫ്സീറുകൾ പറയുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇറങ്ങി അവിടെ വിശ്രമിക്കാനിരുന്നു. മദീനയിലെ അൻസാരികളായ സഹാബിമാരാണ് വന്നിരിക്കുന്നത് അധികവും. അവരിൽ ആദ്യമെത്തിയ ആൾക്കാരൊക്കെ ആണെങ്കിലോ നബിയെ ഇതുവരെ കാണാത്ത, വെറും നബിയെ പറ്റി കേൾക്കുക മാത്രം ചെയ്ത ആൾക്കാരാണ്. അവർക്കൊക്കെ നബിയെ കാണാൻ വല്ലാത്ത ഒരു കൗതുകമാണ്. തിക്കും തിരക്കും കൂട്ടി അവർ വന്നു നോക്കി. പക്ഷേ അവിടെ വന്നപ്പോൾ അവർക്കൊരു സംശയമായിപ്പോയി. രണ്ടാളെ കാണുന്നുണ്ട്, യാത്രാ സംഘത്തിലെ പ്രധാനികളായ രണ്ടാൾക്കാരെ കാണുന്നുണ്ട്. പക്ഷെ അതിൽ ആരാണ് റസൂലുള്ളാഹ്, ആരാണ് റസൂലുള്ളാഹിന്റെ സഹചാരിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് അവർക്ക് അറിയുമായിരുന്നില്ല. രണ്ടുപേരും ഏകദേശം ഒരേപോലെ ഇരിക്കുകയാണ്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ വെയിൽ നീങ്ങി എന്നാണ്. വെയിൽ നീങ്ങി നബിയുടെ മേലിൽ വെയിൽ തട്ടാൻ തുടങ്ങിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. ഈ മഹാനായ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പൂമേനയിൽ വെയിൽ തട്ടുന്നത് പോലും ഉൾക്കൊള്ളുവാൻ ഈ മഹാനായ സഹാബി വരന് കഴിയില്ലല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബിക്ക് നിഴലായി നിന്നു എന്നാണ്. അപ്പോ നബിയെ ഒരാളെ വെയിലിൽ നിന്ന് സംരക്ഷിക്കുന്നതായി കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇരിക്കുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ഒരു സ്വീകാരമാണ് ലഭിച്ചത്. പാട്ടുകൾ പാടിയും വളരെ സന്തോഷങ്ങൾ രേഖപ്പെടുത്തിയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തമ്പടിച്ചു. ഏകദേശം 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയാണ്, ഖുബായിലാണ്. ആ സമയത്തിനുള്ളിലാണ് മസ്ജിദ് ഖുബ എന്ന് പറയുന്ന ആദ്യത്തെ പള്ളി നിർമ്മിക്കപ്പെട്ടതും. 3 ദിവസം കഴിഞ്ഞ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ എത്തി. നബിയുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി അലി റളിയല്ലാഹു അൻഹു മക്കയിൽ ബാക്കി നിൽക്കുകയായിരുന്നു. അദ്ദേഹവും അവിടെ എത്തിച്ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തിങ്കളാഴ്ചയും പിന്നെ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും 4 ദിവസം ഖുബായിൽ താമസിച്ചു എന്നാണ്. അതിനിടയിൽ പള്ളി നിർമ്മിക്കുകയുണ്ടായി. മസ്ജിദ് ഖുബ എന്ന് പറയുന്ന മസ്ജിദുൽ ഉസ്സിസ അല തഖ്വ എന്ന് പറയപ്പെടുന്ന ആ പള്ളി. അങ്ങനെ 5-ാമത്തെ ദിവസത്തിൽ, വെള്ളിയാഴ്ച 5-ാമത്തെ ദിവസത്തിൽ, അതായത് വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന ലഭിക്കുകയും അവിടെ നിന്ന് മദീനയുടെ ഹൃദയഭൂമിയിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പോവുകയും ചെയ്തു എന്നാണ്. നബി നേരത്തെ തന്നെ വിവരം പറഞ്ഞയച്ചു. നബിന്റെ അമ്മാവന്മാർ മദീനയിലാണ് ഉള്ളത്. ബനു നജ്ജാർ കുടുംബക്കാരാണ് അവർ. അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞയച്ചു, ഞാൻ വരുന്നുണ്ട് എന്നുള്ള വിവരം പറഞ്ഞയച്ചു. അവരൊക്കെ നബിയെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ സന്നാഹങ്ങളോടുകൂടെയും കാത്ത് നിൽക്കുകയും ചെയ്തു എന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ട് ബനു സാലിം ബിൻ ഔഫ് എന്ന് പറയുന്ന സാലിം ബിൻ ഔഫിന്റെ കുടുംബം താമസിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്. അത് മസ്ജിദ് ഖുബായിൽ നിന്ന് അധികം ദൂരമല്ലാത്തൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് എത്തിയപ്പോഴാണ് സവാലിന്റെ സമയമായത്, അതായത് ളുഹർ നിസ്കാരത്തിന്റെ സമയമായത്. വെള്ളിയാഴ്ചയാണ്. ആദ്യത്തെ ജുമാ അവിടെ വെച്ചാണ് നടന്നത് എന്നാണ് ചരിത്രം. ജുമാ നിസ്കാരം മക്കയിൽ വെച്ച് തന്നെ നിർബന്ധമായിരുന്നു എങ്കിലും അവിടെ ജുമാ നടത്താനുള്ള സാഹചര്യങ്ങൾ നബിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നബിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ജുമാ നടന്നത് ബനു സാലിം ബിൻ ഔഫ് എന്ന് പറയുന്ന കുടുംബത്തിന്റെ
കുടുംബത്തിന്റെ അവരുടെ താമസ സ്ഥലത്ത് വെച്ചായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളി ഇപ്പോഴുമുണ്ട്. മസ്ജിദുൽ ജുമുഅ എന്നാണ് ആ ചരിത്ര പ്രാധാന്യമുള്ള പള്ളിക്ക് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ജുമുഅ നിസ്കരിച്ച പള്ളി എന്ന പ്രത്യേകതയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം 100ഓളം പേർ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജുമുഅ നിസ്കരിക്കാൻ ഉണ്ടായിരുന്നു എന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ യസ്രിബിന്റെ ഹൃദയഭൂമിയിലേക്ക് നടന്നു. അവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനം അവിടെ എത്തിയതോടുകൂടെ യസ്രിബ് എന്ന് പറയുന്ന നാമം പോവുകയും മദീനത്തുർ റസൂൽ, റസൂലിന്റെ നഗരം എന്ന പേർ അത് മുതൽ ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു. ആരും പറഞ്ഞിട്ടല്ല, അത് ചരിത്രത്തിന്റെ നിയോഗമെന്നോണം അങ്ങനെ മദീനത്തുർ റസൂൽ എന്ന നാമത്തിൽ അത് അറിയപ്പെടുകയായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തുകയും അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അതിഥിയായി താമസിക്കുകയും പിന്നെ അവിടെ നിന്ന് തന്റെ ദൗത്യശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയുണ്ടായി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷമാണ്, സൗഭാഗ്യത്തിന്റെ സന്തോഷം. ഓർത്തോർത്തിരിക്കുമ്പോൾ ഒരിക്കലും ചെറുതായി കാണാൻ കഴിയാത്ത വല്ലാത്തൊരു സൗഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ അലയടിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ശത്രുക്കളുടെ കണ്ണും കാതും കെട്ടിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകനെ താൻ മദീന വരെ കൊണ്ടുവന്നിരിക്കുന്നു, സുരക്ഷിതനായി കൊണ്ടുവന്നിരിക്കുന്നു. വഴിയിൽ ഉടനീളം ആ പ്രവാചകന് ക്ഷീണം വരുമ്പോൾ ക്ഷീണമകറ്റാനും, ദാഹം വരുമ്പോൾ ദാഹമകറ്റാനും, വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കാനും എല്ലാം തനിക്ക് സൗഭാഗ്യമുണ്ടായി. ഇപ്പോൾ ആ പ്രവാചകനെ ശത്രുക്കളുടെ വാൾത്തുമ്പിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് താൻ മദീനയിൽ മുഹാജിറുകളുടെയും അൻസാരികളുടെയും പനിനീർ പൂവുകൾ പോലുള്ള മനസ്സുകളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടായത്. അധിക ദിവസം കഴിഞ്ഞില്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയും അബൂ റാഫി റളിയല്ലാഹു അൻഹുവിനെയും അയച്ചു മക്കയിലേക്ക്, തന്റെ കുടുംബത്തിൽ ബാക്കിയുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും നബിയുടെയും കുടുംബത്തിലുള്ള അംഗങ്ങളെ അവർ മക്കയിൽ പോയി കൊണ്ടുവരികയുണ്ടായി. അധികം വൈകാതെ തന്നെ എത്തിച്ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സൗദ ബീവി റളിയല്ലാഹു തആല അൻഹ, നബിയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, നബിയുടെ മൂന്നാമത്തെ മകൾ ഹസ്രത്ത് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുമ, ഈ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരായി ഉണ്ടായിരുന്ന 3 പേർ, അവർ 3 പേരും എത്തി. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, നബിയുടെ സ്വന്തം സഹചാരിയായിരുന്നു ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പോന്നിട്ടില്ലായിരുന്നു. കാരണം ഈ പെൺമക്കളെയൊക്കെ, നബിയുടെ പെൺമക്കളെയൊക്കെ നോക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനായിരുന്നു. ഉമ്മു ഐമൻ, നബിയുടെ ഹാളിനത്ത് കൂടിയായിരുന്നു ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ. അവരെയാണ് പിന്നീട് ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ കൂടിയായിരുന്നു ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ അവരും. അതോടൊപ്പം ആ സംഘത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുടുംബമുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുമ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ഉമ്മു റൂമാൻ റളിയല്ലാഹു തആല അൻഹ തുടങ്ങിയ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുടുംബാംഗങ്ങൾ, അസ്മാ ബീവി തുടങ്ങിയ കുടുംബാംഗങ്ങൾ എല്ലാവരും മദീനയിൽ എത്തിച്ചേർന്നു. ഇനി മദീനയിൽ, മക്കയിൽ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ, നബിയുടെ പ്രിയപ്പെട്ട മകൾ സൈനബ്. മൂത്ത മകൾ സൈനബ് ഇപ്പോഴും അബുൽ ആസിന്റെ കീഴിലാണ്. അബുൽ ആസ് സൈനബിനെ പറഞ്ഞയച്ചില്ല. അബുൽ ആസിന് സൈനബിനെ വിടാൻ മനസ്സ് വരുമായിരുന്നില്ല. അത്രമാത്രം അബുൽ ആസ് സൈനബിനെ സ്നേഹിക്കുന്നുണ്ട്. അബുൽ ആസ് ആണെങ്കിലോ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഇസ്ലാമിലേക്ക് വരുന്നതിനെ കുറിച്ച് അദ്ദേഹം ഇതുവരെയും ആലോചിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സൈനബ് മക്കയിൽ ഇപ്പോൾ അവശേഷിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാവരും മക്കയിൽ എത്തിക്കഴിഞ്ഞു. മക്കയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതത്തിലെ മറ്റൊരു സൗഭാഗ്യത്തിലേക്ക് നടന്നെടുക്കുകയായിരുന്നു. ആ സൗഭാഗ്യം അത് അദ്ദേഹത്തിന്റെ സൗഭാഗ്യമാണ്, പ്രവാചകന്റെ സൗഭാഗ്യവും സന്തോഷവുമാണ്, മുസ്ലിം സമുദായത്തിന്റെ സൗഭാഗ്യവും സന്തോഷവുമാണ്. ആ സൗഭാഗ്യം ഏതായിരുന്നു എന്നറിയുവാൻ ഇൻഷാ അല്ലാഹ് നമുക്കടുത്ത തിങ്കളാഴ്ച വീണ്ടും ചരിത്രപാതയിൽ കണ്ടുമുട്ടാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പറഞ്ഞതിലും കേട്ടതിലും എന്തെങ്കിലും പാകപ്പിഴവുകൾ സംഭവിക്കുന്നുവെങ്കിൽ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇൽമു കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സച്ചരിതരായ ഈ വഴിവിളക്കുകളുടെ വഴികൾ പിന്തുടർന്ന് ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സഹാബിമാരെ പിന്തുടർന്ന് ഹിദായത്ത് നേടിയെടുക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.